നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായി കുറച്ച് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇഡലിപ്പാത്രത്തിൻ്റെ സ്റ്റീമറിൽ വെച്ച് ആവി കൊള്ളിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചിലർ ഈ നാരങ്ങ വെള്ളത്തിൽ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് അതിൽ വേവിച്ചെടുക്കും. അങ്ങനെയും എടുക്കാം. അതുപോലെ തന്നെ ചിലർ എണ്ണ ഒഴിച്ച് എണ്ണയിൽ നാരങ്ങ ഇട്ട് വഴറ്റി അതിൻ്റെ ആ കറ കളഞ്ഞു എടുക്കാം. അങ്ങനെയും എടുക്കാം. എന്തായാലും യാതൊരു കുഴപ്പവുമില്ല. എന്തായാലും അച്ചാർ ഒരുപോലാണ് ഇടുന്നത്. ഇനിയും ഈ നാരങ്ങ കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നാരങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഉപ്പെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വീണ്ടും ഞാൻ നാരങ്ങ വെച്ചിരുന്ന ആ പാത്രത്തിലോട്ട് തന്നെ വീണ്ടും ഇതിട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം അച്ചാറിടാം. ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇത് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. നാരങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കൂടാതെ മുളക് പൊടി 2 സൈസും എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വിനാഗിരി, നല്ലെണ്ണ, കായപ്പൊടി. ഇനിയും അച്ചാർ തയ്യാറാക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എണ്ണയൊഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂടെ വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇവയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കാം. ഉപ്പിട്ടാണ് ഈ നാരങ്ങ ഞാൻ വെച്ചിരുന്നത്. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം.
സ്വല്പം കൂടെ ഉപ്പ് വേണമായിരുന്നു. ഞാൻ സ്വല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും ഇതിൻ്റെ കൂടെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഈ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.